അസമിൽ ക്ലോക്ക് ടവർ നിർമ്മിക്കാൻ ഗാന്ധി പ്രതിമ നീക്കം ചെയ്ത വിവാദത്തിൽ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ പ്രതിഷേധിച്ചു. സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രതികരണം. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അസമിലെ ടിൻസുക്കിയ ജില്ലയിലെ ദുമദുമയിൽ ഗാന്ധി ചൌക്കിൽ സ്ഥാപിച്ചിരുന്ന 5.5 അടിയിലേറെ ഉയരമുള്ള ഗാന്ധി പ്രതിമയാണ് കഴിഞ്ഞ ദിവസം മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്തത്. ഈ പ്രദേശത്ത്, ഈ സ്ഥലത്ത് ഒരു ക്ലോക്ക് ടവർ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധി പ്രതിമ നീക്കം ചെയ്തത് എന്നാണ് അധികൃതർ പിന്നീട് നൽകിയ വിശദീകരണം. ഈ വിഷയമാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ സംഭവത്തിൽ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയും BJP സർക്കാർ ഇത്തരത്തിൽ ക്ലോക്ക് ടവർ നിർമ്മിക്കുന്നതിനായി മഹാത്മാഗാന്ധിയുടെ പ്രതിമ നീക്കം ചെയ്തതിൽ അത്ഭുതമില്ല എന്ന പ്രതികരണം നടത്തിയിരിക്കുകയാണ്. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ എന്നാൽ ഇത്തരത്തിൽ ഗാന്ധി പ്രതിമ നീക്കം ചെയ്തതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചിരിക്കുന്നത്. വിവാദമായ പശ്ചാത്തലത്തിൽ ഈ ക്ലോക്ക് ടവർ സ്ഥാപിച്ചതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുമെന്നാണ് BJP നൽകുന്ന വിശദീകരണം. ശരി ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.